നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദയ എന്ന വികാരം ഇല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ നമുക്ക് സ്ഥാനമില്ല. അത് ദരിദ്രന്റെ അവകാശവും സമ്പന്നന്റെ കടമയുമാണ്. സിനിമയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന നന്മകളുള്ള ചിലരൊക്കെയുണ്ട്. അവർക്ക് ഇതൊന്നും മറ്റാരും അറിയരുതെന്നുമുണ്ട്. എന്നാൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അവരറിയാതെ തന്നെ ഇതൊക്കെ വെളിയിൽ വരികയും ചെയ്യും. താൻ ചെയ്യുന്നതൊക്കെ 10 പേരറിയണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നവരുമുണ്ട്. അതൊക്കെ പുറത്തറിയിക്കാനായി അവർ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ അർഹതപ്പെട്ടവരെ അതിരഹസ്യമായി സഹായിച്ചതും എനിക്ക് ബോധ്യപ്പെട്ടതും സത്യസന്ധവുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതാകട്ടെ ഈ എപ്പിസോഡ്. മലയാളത്തിലും തമിഴിലും ഒരു കാലത്ത് തിളങ്ങി നിന്ന ഒരു നടൻ മുത്തയ്യ. അഭിനേതാവ്, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന കലാകാരൻ. അത്യുന്നതങ്ങളിൽ നിന്നും സിനിമയുടെ തകർച്ചയുടെ ചുഴിയിൽപ്പെട്ട് കാലിടറി അദ്ദേഹം വീണപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗമില്ലാതെ വന്ന അവസരത്തിൽ താൻ അഭിനയിച്ച കൃഷ്ണകുചേല എന്ന ചിത്രത്തിലെ കുചേലന്റെ വേഷം അത് തൻ്റെ സ്വന്തം ജീവിതത്തിൽ പകർന്നാടിയപ്പോൾ ആ ജീവിതം മൊത്തം ഏറ്റെടുത്ത് കണ്ണീർ തുടച്ച് സ്വാന്തനം പകരാനെത്തിയത് അതേ ചിത്രത്തിലെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ പ്രേം നസീർ. ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം എന്തെന്നാൽ എൻ്റെ സുഹൃത്തായ സംവിധായകൻ ഉണ്ണി ആറന്മുളയുടെ ജീവിത കഥയുമായി ഇതിന് കുറച്ച് സാമ്യമുണ്ട്. ഉണ്ണി ആറന്മുള എനിക്കെന്നും പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെയായിരുന്നു. ഉണ്ണിയെ ആദ്യം ഞാൻ കാണുമ്പോൾ മിലിറ്ററി ഓഡിറ്റിംഗ് വിഭാഗത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആ MA-കാരൻ. ഓഫീസ് മുറിയുടെ വാതിക്കൽ സെക്യൂരിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ഉയർന്ന ശമ്പളം, നാട്ടിൽ ധാരാളം ഭൂസ്വത്ത്, വീട്, വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴുള്ള സന്തോഷപ്രദമായ ജീവിതവും. ഉണ്ണിയുടെ ജീവിതം കൊതിയോടെ നോക്കിക്കണ്ടിട്ടുള്ളവനാണ് ഞാൻ. മദിരാശിയിലെ സിനിമാക്കാരുടെ പ്രധാന താവളമായിരുന്നു RK ലോഡ്ജ് എന്ന മാസവാടക സങ്കേതം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുമുള്ളതാണല്ലോ. ഉണ്ണിയും ഞാനുമൊക്കെ അവിടുത്തെ അന്തേവാസികളുമായിരുന്നു. RK ലോഡ്ജിലെ ജീവിതം ഉണ്ണിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. സിനിമക്കാരുമായി കൂട്ടുകൂടൽ ഹരമാക്കിയ ഉണ്ണിക്ക് അങ്ങനെ സിനിമ തലയ്ക്ക് പിടിച്ചു. പലരുടെയും ഒപ്പം ചേർന്ന് ഒടുവിൽ ഉണ്ണിയും സിനിമാക്കാരനായി മാറി. അങ്ങനെ സ്വന്തമായി ഒരു സിനിമ ഉണ്ണി നിർമ്മിക്കുന്നു. അതിൽ അഭിനയം ഒഴികെയുള്ള ബാക്കി മിക്കവാറും എല്ലാ ജോലികളും ഉണ്ണി തന്നെ ഏറ്റെടുക്കുന്നു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനങ്ങൾ തുടങ്ങിയ എല്ലാ വിഭാഗവും ഉണ്ണി തന്നെ കൈകാര്യം ചെയ്യുന്നു. എതിർപ്പുകൾ എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. രതീഷ് നായകനായും മമ്മൂട്ടി ഉപനായകനുമായി തുടങ്ങിയ ആ സിനിമ ഇടയ്ക്ക് വെച്ച് കുറെ നാൾ കിടന്നുപോയി. അപ്പോഴേക്കും മമ്മൂട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ഭയങ്കരമായിട്ട് അങ്ങ് ഉയർന്നു. അപ്പോഴേക്കും മമ്മൂട്ടി നായകനുമായി രതീഷ് ഉപനായകനുമായി മാറുകയും ചെയ്തു. ഉണ്ണിയുടെ ഈ ചിത്രത്തിലാണ് ഉർവശി മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത്. സിനിമ റിലീസ് കഴിഞ്ഞപ്പോൾ എതിർപ്പുകൾ എന്ന സിനിമയെടുത്ത ഉണ്ണിയോട് കുടുംബക്കാർക്ക് മുഴുവൻ കടുത്ത എതിർപ്പായി മാറി. പടം വൻ പരാജയത്തിലേക്ക് മൂക്കുകുത്തിയിരുന്നു. അതോടെ കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായപ്പോൾ ഉണ്ണിയുടെ ഭൂസ്വത്തുക്കളിൽ പകുതിയും പലരുടെ പേരിലേക്കും മാറ്റപ്പെട്ടു. അടുത്ത പടമെടുത്ത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ജോലി രാജിവെച്ച് ബാക്കി ഭൂസ്വത്തുക്കളും വിറ്റ് രണ്ടും കൽപ്പിച്ച് കച്ചകെട്ടി ഇറങ്ങി. അങ്ങനെ ഉണ്ടായതാണ് ഉണ്ണിയുടെ സ്വർഗം എന്ന സിനിമ. അതോടെ എല്ലാം പൂർത്തിയായി. വിവാഹ ജീവിതം എന്നുള്ള മോഹമുൾപ്പെടെ എല്ലാം തന്നിൽ നിന്നും അകന്നുപോയി. കുടുംബക്കാർ, കൂട്ടുകാർ, രക്തബന്ധങ്ങൾ എല്ലാവരും അകന്നു. ശ്രീകുമാരൻ തമ്പി സാറിന്റെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്ന ഗാനം ഉണ്ണിക്ക് വേണ്ടി എഴുതിയതാണോ എന്ന് സംശയിച്ചു പോകും. ഉണ്ണിയെ സഹായിക്കാമെന്നേറ്റ ചില കോടീശ്വരന്മാരായ സുഹൃത്തുക്കൾ അക്കൗണ്ട് നമ്പറും വാങ്ങിപ്പോയിട്ട് ഉണ്ണിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത വിവരം ഉണ്ണി വേദനയോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവിതം വഴിമുട്ടി ഭക്ഷണത്തിന് പോലും വിഷമിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. മറ്റൊരു വഴിയും തൻ്റെ മുന്നിലില്ലാതെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അതാ വരുന്നു ഉണ്ണിയെ ചേർത്ത് പിടിക്കാൻ കരുണയുള്ള ഹൃദയവുമായി ഒരു കയ്യ്. തൻ്റെ ആദ്യ പടത്തിലെ നായകനായ സാക്ഷാൽ മമ്മൂട്ടി.
ഉണ്ണിയുടെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കിയ മമ്മൂട്ടി തന്റെ ഓഫീസിൽ വിളിച്ച് നിർദ്ദേശം കൊടുക്കുന്നു. എല്ലാ മാസവും 1-ാം തീയതി ഉണ്ണിയുടെ അക്കൗണ്ടിലേക്ക് 15,000 രൂപ വെച്ച് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അപ്രകാരം എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായി ഉണ്ണിയുടെ അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിക്കൊണ്ടിരുന്നു. ഉണ്ണിക്ക് ആകെയുള്ള ഒരു ജോലി ATM-ൽ ചെന്ന് പണം എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ കോവിഡ് കാലം വന്നപ്പോൾ വിധി ഉണ്ണിയെ വീണ്ടും വേട്ടയാടി. കോവിഡ് സമയത്ത് എനിക്ക് മമ്മൂട്ടിയിൽ നിന്നും ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. ഉണ്ണി ആറന്മുള അസുഖബാധിതനായി അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് എനിക്കൊരു ന്യൂസ് കിട്ടി. അന്വേഷിച്ചിട്ട് ഒന്ന് വിവരമറിയിക്കണമെന്ന്. ഞാൻ അപ്പോൾ തന്നെ അമൃത ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടു. ഞാൻ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് വളരെ സന്തോഷമായി. അനാഥനായി എത്തപ്പെട്ട ഉണ്ണിക്ക് ഒരാളുണ്ട് എന്നുള്ളൊരാശ്വാസം അവർക്ക് കിട്ടി. കടുത്ത അസുഖബാധിതനായി അവിടെ എത്തിയ ഉണ്ണിക്ക് അതോടൊപ്പം കോവിഡും പിടിപെട്ടു. അവർ പറഞ്ഞു ഉണ്ണി അബോധാവസ്ഥയിലാണെന്നും വലിയൊരു തുക ബില്ലായിട്ടുണ്ടെന്നും അത് ഉടനെ അടയ്ക്കണമെന്നും അവർ എന്നോട് ആവശ്യപ്പെട്ടു. അതിനൊക്കെ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ ഞാൻ ഉണ്ണിയുടെ ജീവിത കഥയുടെ ഏകദേശ രൂപം ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. കോവിഡ് ആയതുകൊണ്ട് അവരാരും അടുത്തു പോകാറില്ല. 2 ദിവസം കഴിഞ്ഞേ എന്തെങ്കിലും പറയാനാകുമെന്ന് ഡോക്ടർ അറിയിച്ച വിവരവും അവരെന്നോട് പറഞ്ഞു. ഞാൻ ഈ വിവരമെല്ലാം മമ്മൂട്ടിയെ ധരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണത്തിന്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അദ്ദേഹത്തിന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അവരോട് പറയൂ. അപ്പോഴേക്കും ഉണ്ണിയുടെ കൂടെ മദ്രാസിൽ താമസിച്ചിരുന്ന രാജു മാല്യത്ത് എന്ന നിർമ്മാതാവും സഹായത്തിനെത്തി. ഉണ്ണിയുടെ മറ്റൊരു റൂംമേറ്റ് ആയിരുന്ന സംവിധായകൻ ബ്ലസ്സി, ആദ്യ നായികയായിരുന്ന ഉർവശി, അതുകൂടാതെ കുവൈറ്റിലുള്ള ഒരു സുരേഷ്, അവരെല്ലാം ഉണ്ണിക്ക് ചെറിയ സഹായങ്ങളുമായി എത്തി. ആശുപത്രിയിൽ ഉണ്ണിയെ നോക്കാൻ ഒരു ബൈസ്റ്റാൻഡറെ കോട്ടയത്തുള്ള ഒരു ഏജൻസി വഴി രാജു മാല്യത്ത് ഏർപ്പാടാക്കി കൊടുത്തു. അപ്പോഴേക്കും ഉണ്ണിക്ക് ചെറിയ പുരോഗതിയൊക്കെ ഉണ്ടായി. ചെറുതായി സംസാരിക്കാനൊക്കെ തുടങ്ങി. ഒരു ദിവസം രാത്രി ഹോസ്പിറ്റലിൽ നിന്നും എനിക്കൊരു ഫോൺ വരുന്നു. ബൈസ്റ്റാൻഡർ പോലീസ് കസ്റ്റഡിയിലാണെന്ന്. എന്താ കാര്യം എന്ന് തിരക്കിയപ്പോൾ അയാൾ കള്ള് ഷാപ്പിൽ കള്ള് കുടിച്ച് അടിയുണ്ടാക്കിയതിനാണ് അയാളെ പിടിച്ചോണ്ട് പോയതെന്ന് ഹോസ്പിറ്റലുകാരെന്നെ അറിയിച്ചു. രാജു മാല്യത്ത് ഇടപെട്ട് അത് പരിഹരിക്കുകയും ചെയ്തു. ബൈസ്റ്റാൻഡർ ഉണ്ണിയിൽ നിന്നും ATM കാർഡും അതിന്റെ നമ്പറും കരസ്ഥമാക്കി. മമ്മൂട്ടി നേരത്തെ കൊടുത്ത പണത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നതെല്ലാം അയാൾ എടുത്ത് കള്ളു കുടിച്ചും മറ്റും ചെലവാക്കി. ക്രമേണ ഉണ്ണിക്ക് അസുഖം ഭേദമായി. ആശുപത്രിയിൽ നിന്നും ഏകദേശം 7 ലക്ഷം രൂപ അടുത്ത് ബില്ല് എന്റെ പേരിൽ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇനി ഉണ്ണിയെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി ചികിത്സിച്ചാൽ മതിയെന്ന്. ബില്ല് തുക മുഴുവനും മമ്മൂട്ടി അടച്ചു. എന്നാൽ ഉണ്ണിക്ക് പോകാൻ ഇടമില്ല. കുടുംബ വീട്ടിൽ കയറരുതെന്ന് കോടതി ഉത്തരവ് നിലവിലുണ്ട്. ഉണ്ണിക്ക് നടക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയുമാണ്. 2 ദിവസം ഹോസ്പിറ്റലിന് അടുത്തുള്ള ഒരു ലോഡ്ജിൽ ബൈസ്റ്റാൻഡറിനോടൊപ്പം താമസിപ്പിച്ചു. കോവിഡ് കാലമായിരുന്നതിനാലും ഉണ്ണിക്ക് കോവിഡ് ഉണ്ടായിരുന്നതിനാലും സന്ദർശകരാരും ഉണ്ണിക്കുണ്ടായില്ല. ആരും ഉണ്ണിയുടെ അടുക്കിലേക്ക് ചെന്നില്ല. ഉണ്ണിയുടെ വിവരം എന്നിൽ നിന്നറിഞ്ഞ എറണാകുളം പാലിയേറ്റീവ് കെയറിലെ ഭാരവാഹി സെലീന മോഹൻ ഉണ്ണിക്ക് താമസിക്കാൻ ഒരു അനാഥാലയം ഏർപ്പാടാക്കി തന്നു. അത് ഉണ്ണിയുടെ സ്വദേശമായ ആറന്മുളയിലെ കിടങ്ങൂരുള്ള കരുണാലയം എന്ന അനാഥാലയമായിരുന്നു. എറണാകുളത്ത് നിന്ന് രാജു മാല്യത്ത് ഉണ്ണിയെ ആംബുലൻസിൽ കരുണാലയത്തിൽ എത്തിച്ചു. സ്ട്രക്ചറിൽ എത്തിച്ച ഉണ്ണിക്ക് അവർ നല്ല പരിചരണമാണ് നൽകിയിരുന്നത്. ഉണ്ണിക്കായി ഒരു തനി റൂമും മറ്റ് സൗകര്യങ്ങളുമെല്ലാം അവർ ചെയ്തു കൊടുത്തു. അസുഖങ്ങളെല്ലാം ഭേദമായ ഉണ്ണി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഉണ്ണി നടന്നും തുടങ്ങി. ഉണ്ണി അവിടെ ഉണ്ടായിരുന്നത് കാരണം സിനിമാക്കാരുടെ ചില പരിപാടികളൊക്കെ അവിടെ വെച്ച് നടത്തുകയും ഉണ്ടായി. സംവിധായകൻ JC-യുടെ ഓർമ്മ ദിനം JC ഫൗണ്ടേഷൻ ഈ അനാഥാലയത്തിൽ വെച്ച് ആർഭാടമായി നടത്തി. അതിൽ പങ്കെടുക്കാനായി ജോൺ പോൾ, JJ കുറ്റിക്കാട്, സീമാജി നായർ, നടൻ ടോണി, പിന്നെ ഞാനുമെല്ലാം അവിടെ എത്തിച്ചേർന്നിരുന്നു. അസുഖമെല്ലാം ഭേദമായെങ്കിലും ഉണ്ണി ശകലം അബ്നോർമലായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അനാഥാലയത്തിൽ നിന്നും എനിക്കൊരു ഫോൺ വരുന്നു. അവിടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആൾക്കാരെത്തിയിരിക്കുന്നു. ഉണ്ണി ഒരു പരാതി നൽകിയിരിക്കുന്നു. തന്നെ അവിടെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ പരാതി. അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. കാര്യങ്ങൾ വിശദീകരിച്ചു. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അവർ മടങ്ങുകയും ചെയ്തു. ഒരിക്കൽ ഒരു ചാനലിൽ ഉണ്ണിയെ അവിടെ ഇരുത്തിക്കൊണ്ട് ഒരു അവതാരകൻ ഉണ്ണിയുടെ ചരിത്രം മുഴുവൻ വിവരിക്കുന്നു. കൂട്ടത്തിൽ അയാൾ അവസാനം പറയുന്നു, ഉണ്ണിയെ ഇത്രയും കാലം എല്ലാ സഹായവും നൽകി സംരക്ഷിച്ചത് സുരേഷ് ഗോപിയാണെന്ന്. സുരേഷ് ഗോപിക്ക്
ഉണ്ണിയെ അറിയുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അങ്ങനെ അവശനായി സ്ട്രക്ചറിൽ അവിടെ എത്തിയ ഉണ്ണി ഏകദേശം 1 വർഷത്തോളം അവിടെ താമസിക്കുകയും ആരോഗ്യം വീണ്ടെടുത്ത ഉണ്ണി അവിടെ നിന്ന് ഇറങ്ങുകയും ആറന്മുളയിൽ തന്നെയുള്ള മറ്റൊരു ലോഡ്ജിൽ താമസിക്കുകയും പിന്നീട് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ജയിച്ചവനും തോറ്റവനുമൊക്കെ ദൈവം നിഷ്പക്ഷമായി നൽകുന്ന സമ്മാനമാണ് മരണം. ജനനവും മരണവുമൊക്കെ എല്ലാവരും അറിയും. എന്നാൽ അതിനിടയിലെ നെടുവീർപ്പുകൾ ആരും അറിയാതെ പോകും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.